ഹായ് ഡിയേഴ്സ്, നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഭംഗിയിലൊക്കെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ലിക്വിഡ് കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ ലൂസായി പോവും, നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ജെൽ ഫുഡ് കളർ ആണെങ്കിലും കൂടുതലായിട്ട് ജെൽ ഫുഡ് കളർ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഡാർക്കായിട്ടുള്ള കളർ കിട്ടൂ. അപ്പോൾ എയർ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കുറച്ച് മാത്രം കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു എയർ ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് വില കൂടിയിട്ടുള്ള എയർ ബ്രഷ് അല്ല, ഞാനൊരു 50 ദിറംസിനാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ന്യൂണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കംപ്രസർ വാങ്ങിയിട്ടില്ല, എയർ ബ്രഷിൻ്റെ ആ ഒരു ഗണ്ണ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നെബുലൈസർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതുള്ളത്, ഈ ഗണ്ണും പിന്നെ ഇതിനകത്ത് ഒരു ഫില്ലർ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്, ഒരു സ്പാനറും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്യൂബുമായിട്ട് കംപ്രസറിൻ്റെ ട്യൂബുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കളർ കപ്പിലേക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ കപ്പിലേക്ക് കളർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കമ്പനിയുടെ പേര് KK മൂൺ അങ്ങനെ പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ഇത് എനിക്ക് അറിയില്ല നല്ലതാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഉപയോഗിച്ച് നോക്കിയപ്പം കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, നല്ലപോലെ തന്നെ കേക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ എൻഡിലായിട്ട് ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന സ്ക്രൂ പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഈ നീഡിൽ ഊരിയെടുക്കാനും പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു എൻഡിലായിട്ട് ഇതേപോലെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്പ് ഊരി മാറ്റിയിട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോക്സിൽ തന്നെ ഇതേപോലെ ഇതിൻ്റെ പാർട്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ അതുപോലെ ഇത് എങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ കരടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡിലായിട്ട് നമ്മൾ കംപ്രസറിൻ്റെ ആ ഒരു ട്യൂബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്പ് ഊരി മാറ്റിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്, കളർ സ്പ്രേ ചെയ്യുന്നത്. പിന്നെ കളറിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കളർ പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് വേണം കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ എയറിങ് അതിലുള്ള കരടൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ എൻഡ് കുറച്ചിങ്ങനെ ഷാർപ്പായിട്ടുള്ള എൻഡാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് മാത്രമേ ആ ഒരു കരടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ട്രിഗർ വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇത് പ്രസ് ചെയ്യാനും പറ്റും, കുറച്ച് മാത്രം സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ആ ട്രിഗർ ഒന്ന് ബാക്കിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഈ ഒരു നീഡിലിൻ്റെ ആ ഒരു നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ഭാഗം ഊരി മാറ്റാൻ പറ്റും. എന്നിട്ട് ആ നീഡിലിൻ്റെ എൻഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ എൻഡിൽ എന്തെങ്കിലും ആ നീഡിലിൽ എൻഡിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എയർ ബ്രഷിൻ്റെ ഗണ്ണും കംപ്രസറൂടെ വാങ്ങുകയാണെങ്കിൽ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരു 170 180 പിന്നെ അതിലും കൂടുതൽ വിലയുടേതുണ്ട്, പല റേറ്റിലുള്ളതുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല കമ്പനിയുടേതൊക്കെ ആണെങ്കിൽ 300 ദിറംസ് 400 ദിറംസ് ഒക്കെ വരും ഗണ്ണും കംപ്രസറൂടെ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു ഫിലിപ്സിൻ്റെ ഒരു നെബുലൈസർ ഉണ്ട്. അപ്പോൾ നെബുലൈസറിൽ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നെബുലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഗണ്ണ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്യൂബ് ഞാൻ നെബുലൈസറിൻ്റെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെബുലൈസറിൻ്റെ ഈ ഒരു കംപ്രസർ ഓൺ ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എയറിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് നമുക്ക് ഈ ഗണ്ണിലുള്ള കളറ് കേക്കിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത്. ആ ട്യൂബിൻ്റെ മറ്റേ അറ്റം ഈ ഗണ്ണിലേക്ക് ഒന്ന് നന്നായിട്ട് മുറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു കപ്പിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, കളർ കപ്പിലേക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ജെൽ ഫുഡ് കളർ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കരടൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഒരു
കളർ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കളർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ട് ഒഴിക്കരുത്. എയർ ബ്രഷിൻ്റെ തന്നെ കളർ കിട്ടും. അങ്ങനെയുണ്ടെങ്കിൽ കളർ വാങ്ങിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കംപ്രസർ ഓൺ ആക്കിയിട്ട് ഈ ഒരു ട്രിഗർ ബാക്കിലേക്കും ഒക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരും. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാത്രം സ്പ്രേ ആവും. പിന്നെ ഈ ട്രിഗർ ബാക്കിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും കളറ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെയാണ് വരുന്നത്. നമ്മൾ എത്രത്തോളം ഒരു സൈഡിൽ തന്നെ കളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ദൂരെയായിട്ട് മാറ്റി പിടിച്ചിട്ട് വേണം കേക്കിലേക്ക് ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. അതുപോലെ കേക്ക് 1 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് കളർ സ്പ്രേ ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഗണ്ണ് കുറച്ച് ദൂരേക്ക് മാറ്റി പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു എയറിൻ്റെ ആ ഒരു ഇതുകൊണ്ട് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതേപോലെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ഒരു കളറാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കളറൊക്കെ നമ്മൾ അതൊരു ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യവും കളറ് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ വേറെ കളർ യൂസ് ചെയ്യുമ്പോൾ ആ കപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത കളർ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കേക്കിൻ്റെ ഇടയ്ക്കായിട്ട് കളർ കുറച്ച് കൂടുതലായിട്ടൊക്കെ കട്ട പിടിച്ച പോലെ തോന്നുന്നത് ഇടയ്ക്ക് സ്റ്റക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വരാതായപ്പോൾ ഞാൻ ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടാണ് ആ ഒരു അതിൽ കുടുങ്ങിയിട്ടുള്ള കരട് പോക്കിയിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ട്രിഗർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കരടൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എവിടെ ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ വാഷ് ബേസിന് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കളറെല്ലാം പൊക്കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി. ഇതല്ലാതെ വെള്ളത്തിൻ്റെ ടാപ്പിലേക്ക് പിടിച്ച് കഴുകുകയൊന്നും ചെയ്യരുത്. ഈ ഒരു കപ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ വളരെ കുറച്ച് കളർ മാത്രം ചേർത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു കേക്ക് കാണാനായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്